മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മിനിമം ഏതാണ്ട് ഒരു 15 സീറ്റിലധികം അവർ ജയിക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ അതിലൊന്നും തെറ്റില്ല, ആരും പ്രതീക്ഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. 2019 തെരഞ്ഞെടുപ്പിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണിയ ഘട്ടത്തിൽ ഇതുപോലുള്ള പല വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മന്ത്രി മണ്ഡലങ്ങൾ പിറകുന്നു പറഞ്ഞു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പരാജയപ്പെട്ട 4 പേരാണെന്ന് ഈ നിയമസഭയിൽ വിജയിച്ച് മന്ത്രിമാരായിട്ടുള്ളത്. 4 പേർ 2019 മത്സരിച്ച ആളുകൾ അവർ ലോക്സഭയിൽ പരാജയപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നല്ല വോട്ടിന് വിജയിച്ചു മന്ത്രിമാരായിട്ടുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഓരോ നിലയിലാണ് കാര്യങ്ങൾ പരിശോധിക്കുക, കാര്യങ്ങൾ വിലയിരുത്തുക. ഓരോ തെരഞ്ഞെടുപ്പിനെയും വ്യത്യസ്ത രീതിയിൽ കാണുന്നവരാണ് ഞങ്ങൾ. ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും അത് പരാജയപ്പെട്ട മാത്രമല്ല കേട്ടോ, വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഞങ്ങൾ തിരുത്തേണ്ടതോ പോരായ്മകളോ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടോ കാര്യങ്ങൾ ജനാധിപത്യപരമായി പരിശോധിച്ച് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഇത്തവണയും തുടരും. CPM-നെ സംബന്ധിച്ച് BJP വോട്ട് വർധനയിൽ ഒരു ആശങ്കയും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് UDF-ന്റെ വോട്ടാണ് നഷ്ടപ്പെട്ടത്. മറ്റ് മണ്ഡലങ്ങൾ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ധർമ്മടത്താണെങ്കിലും ഒക്കെ BJP വോട്ട് വർധന വരുത്തിയത് ഒരു തരത്തിലും നിങ്ങൾ ആശങ്കപ്പെടുത്തുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഞാൻ തൃശ്ശൂർ പ്രത്യേകം പറഞ്ഞത്, തൃശ്ശൂർ BJP ജയിച്ചു. കേരളത്തിലെ മറ്റ് 19 സീറ്റിലും BJP അല്ലല്ലോ ജയിച്ചത്. തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ BJP വിജയിക്കുമെന്ന് പൊതുവെ ആരും കരുതിയില്ല. BJP വിജയിച്ചു. അവിടെ ഞങ്ങൾക്ക് വോട്ട് കൂടി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഞങ്ങൾക്ക് LDF സ്ഥാനാർത്ഥിക്ക് 2019 കിട്ടിയതിനേക്കാൾ വോട്ട്. എന്നാൽ UDF സ്ഥാനാർത്ഥിക്ക് 2019 കിട്ടിയതിനേക്കാൾ 1000, 10,000, 20,000, 30,000 അല്ല കുറഞ്ഞത്. 1,00,000 അടുത്ത് വോട്ട് കുറഞ്ഞു. അപ്പോൾ അതിനിപ്പോൾ തോൽവിയിൽ പ്രതികരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ PM മുഹമ്മദ് റിയാസ്.